വർഷക്കാലം കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അമരക്കാരനാകാൻ സാധിച്ചതും ആ മനുഷ്യനോളം കേട്ടോ, ആ മനുഷ്യനോളം ആരെയായി ഇവിടെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോളം ഭാഗ്യവാനാകാൻ തുല്യൻ ബഹുമാനപ്പെട്ട ഈ ശൈഖുന തന്നെ. എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി ആ മനുഷ്യൻ തന്നെ, അതിന്റെ അങ്ങേപ്പുറം നബിസൽ മഹാത്മാവ് എന്ന് പറഞ്ഞ ആള് പിന്നെ ആ മനുഷ്യൻ റസൂലുള്ളാഹിനെ പറ്റി ഉപയോഗിക്കോ? ഒരിക്കലും ഉപയോഗിക്കൂല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസാരപ്പെടുത്തുന്നു എന്ന് പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് ലേഖകൻ ഉദ്ദേശിക്കാത്ത അർത്ഥത്തിന് ദുർവ്യാഖ്യാനം ചെയ്യും. അള്ളാഹിന്റെ ഖുർആൻ അള്ളാഹ് ഉദ്ദേശിക്കാത്ത അർത്ഥത്തിന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന സലഫി, അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് റസൂൽ ഉദ്ദേശിക്കാത്തതിന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന സലഫി, ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കാത്തതിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്ന സലഫി. ഈ ലേഖകൻ എഴുതിയത് അദ്ദേഹം ഉദ്ദേശിക്കാത്ത വാക്കിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്തു. അതും ഇവർ വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ എവിടുന്നെങ്കിലും കേൾപ്പിച്ചുകൂടാന്നില്ല. കാരണം ഇവർക്ക് സലഫിയ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ക്ലിപ്പ് കൊടുക്കുന്നത് മുജാഹിദ്, ക്ലാസ് എടുത്തു കൊടുക്കുന്നത് മുജാഹിദ്. എന്റെ സുന്നത്തിമാത്തിന്റെ ആശയത്തൊന്നും ഇങ്ങനെ തെറ്റി പോവുകയാണ്. അല്ലാഹുവേ, ഇവരെ പിന്തുടർന്ന് പെട്ടുപോയ ആളുകൾക്കൊക്കെ നീ സത്യം ബോധ്യപ്പെടുത്തി കൊടുത്തി അവർക്ക് സുന്നത്തിമാത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. എത്ര സ്ഥലത്താ ഫിത്ന ഉണ്ടാക്കി. ഒരു ഫിത്നയില്ലാത്ത മഹല്ലത്തിൽ പള്ളി കൊണ്ടുവരും കൊടുക്കുക ഒരു നോട്ടീസ്, തിരുകോശമില്ലാത്ത കേശങ്ങൾ. എന്നിട്ട് എന്തായാലും ചോദ്യമോ, കാന്തപുരത്തിനു തിരുകേശം കൈമാറിയ ഹസ്റജി ആയിരക്കണക്കിന് വ്യാജകേശങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചു? എങ്ങനെയുണ്ട്? പണ്ട് ഒരു ചങ്ങാതി ഒരാളോട് ചോദിച്ചു, എടാ ഇന്റെ ബാപ്പാന്റെ കല്യാണത്തിന്റെ അന്ന് ഭക്ഷണം തന്നിട്ട് തിന്നാത്തോന്നില്ലെങ്കിൽ എന്തുകൊണ്ടാ തിന്നാൻ? എന്നാ ചോദിച്ചേ? ഇന്റെ ബാപ്പാന്റെ കല്യാണത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തോന്നില്ലെങ്കിൽ എന്തുകൊണ്ടാ അന്ന് തിന്നാതിരുന്നത്? ഇവനെന്താ പറയാ, എനിക്ക് വേണ്ടായിട്ട്. ആദ്യം ബാപ്പാന്റെ കല്യാണത്തിന് ഇവൻ പങ്കെടുക്കണ്ടേ, എന്നിട്ട് വേണ്ടേ എന്ത് അന്ന് ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ല ചർച്ച വരാൻ? കാന്തപുരത്തിന് തിരുകേശം കൈമാറിയ ഹസ്റജി ആയിരക്കണക്കിന് വ്യാജ കേശങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചു? മറച്ചു വെച്ചതിനെ പറ്റിയാ സംശയം. അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടില്ല, അതിനെ പറ്റിയല്ല. എന്തുകൊണ്ടാ? അപ്പൊ പെട്ടെന്ന് മറച്ചു വെച്ച് എന്താന്നല്ല ഇപ്പൊ പറയേണ്ടി? അപ്പൊ ഉണ്ട് നിശ്ചയപ്പെട്ടല്ലോ. ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ ചോദ്യം ചോദിച്ച കോലാണ്. രണ്ടാമത്, ഹസ്റജി കൈവശം വെക്കുന്ന തരത്തിൽ 1/2 മീറ്ററും 1 മുഴത്തോളം വലിപ്പമുള്ള നീണ്ട മുടികൾ പ്രവാചകൻ വെച്ചിരുന്നുവെന്ന് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ സാധിക്കുമോ? ഇത് പ്രവാചകനല്ലല്ലോ വെച്ചത്, ഹസ്റജിയല്ലേ വെച്ചത്. നിങ്ങൾ എന്നെ രീതിയിലെ ഹസ്റജി കൈവശം വെക്കുന്ന എന്നല്ലേ പറഞ്ഞു? അപ്പൊ പ്രവാചകനാ വെക്കുന്നത്? ഹസ്റജി കൈവശം വെക്കുന്ന മുടി എന്നാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയിൽ മുടി വെച്ചിരുന്ന സമയത്തുള്ള നീളമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ആ മുടി വഫാത്തിന് ശേഷം നീണ്ട സംഭവങ്ങളുണ്ട് എന്നാണ് അബ്ദുൽ ഗനി നാബിൽ സല്ലല്ലാഹു അബ്ദുൽ ഗനി നാബിൽ സല്ലല്ലാഹു പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലേന്ന് നീളുണ്ടായിരുന്നു എന്നല്ല, തലയിൽ നിന്ന് കളഞ്ഞ മുടി പിന്നീട് സൂക്ഷിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ അടുക്കൽ വെച്ച് അത് നീളം കൂടി വന്നിട്ടുണ്ട് എന്ന് അബ്ദുൽ ഗനി നാബിൽ സല്ലല്ലാഹു പറഞ്ഞു. അല്ലെ, തലയിലുള്ള സമയത്ത് അവിടുന്ന് മുടി നീളുമ്പോൾ അത് കാതിന് കണക്കായി വെട്ടിക്കളയാറുണ്ട് എന്നാണ്. ഇപ്പൊ വഫാത്തിന്റെ ശേഷം ആ മുടി നീളുകയാണെങ്കിലോ കാതിന് കണക്കായിട്ട് വെട്ടാൻ കഴിയോ? കാരണം തലയിലല്ലല്ലോ ഉള്ളത്. തലയിലുണ്ടെങ്കിലല്ലേ കാതിന് കണക്കായിട്ട് വെട്ടേണ്ടുള്ളൂ. ഇപ്പൊ കാതിന് തലയിലല്ലല്ലോ ഉള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുണി ഉടുക്കുന്ന സമയത്ത് നിര്യാണിക്കതായ തുണി താഴാറില്ല. ഇപ്പൊ മനസ്സിലായോ? ആ തുണി ഒരാൾ ബർക്കത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കുമ്പോ അയാൾ എന്ത് ചെയ്തു? ആ തുണി കഫൻ തുണിയായിട്ട് ഉപയോഗിക്കുമ്പോൾ കാലടക്കം അങ്ങോട്ട് മറച്ചു. അപ്പൊ ചോദിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുണി അവിടുത്തെ നിര്യാണിക്ക് താഴാറുണ്ടായിരുന്നോ? ഇല്ല. നബി തങ്ങൾ ഉടുക്കുമെന്നായില്ല. കഫൻ ചെയ്യുമ്പോ ഇയാളെ മയ്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ബർക്കത്തിന് വേണ്ടി കഫൻ ചെയ്യുമ്പോ ആ തുണി താണിട്ടുണ്ട്. അത് മറ്റേതിനെതിരാ ഇതായിരിക്കാം മനസ്സിലാകാത്തത്. ആളുകൾ വിഡ്ഢിയാക്കുക ചോദ്യം ചോദിച്ചിട്ട്. രണ്ടാമത്തത്, എന്താണ് പഠിച്ചവനെ പട്ടിക്കാടുന്ന് കൊടുക്കുന്ന സെനത് നാട്ടിനെ പട്ടിയാക്കുന്ന സഫാഹത്താണ് എന്ന് പറഞ്ഞ കൂരിയാട്ടുകാരനല്ലേ ഈ ചോദ്യമൊക്കെ ഉണ്ടാക്കിയ? പിന്നെ എവിടെയാ കൊണ്ടുപോയി മുതാതിരിക്കും? ഇനിയോ അടുത്തത്, ഈ
എങ്കിൽ സ്ത്രീകളെ പോലെ എങ്കിൽ അങ്ങനെ എങ്കിലില്ലല്ലോ, പിന്നെ സ്ത്രീകളെ പോലെ ആണ്ടല്ലോ, സ്ത്രീകളെ പോലെ ആകുന്നവനായിക്കോട്ടെ, സ്ത്രീകളെ പോലെ മുടിവെക്കാൻ കാന്തറും അനുയായികളും തയ്യാറാവുമോ? അത് പെണ്ണുങ്ങളെ കൂട്ടി നടക്കുന്നവർ വേണമെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ നടത്തിക്കോട്ടെ, നമ്മളോട് ചോദിക്കേണ്ടിയില്ല. പെണ്ണുങ്ങളെയും കൂട്ടി സ്റ്റേജ് പോകുന്നവരുണ്ടല്ലോ, അവർ വേണമെങ്കിൽ അങ്ങനത്തെ പരിപാടി നടത്തിക്കോട്ടെ. 1/2 മീറ്ററിലേറെ നീളമുള്ള ഖസ്റജിയൻ മുടി, അങ്ങനെ ഖസ്റജിയൻ മുടിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു വാങ്ങിയത്, ഞങ്ങൾ ഖസ്റജിയൻ മുടി മുറിച്ച് വാങ്ങിയിട്ടില്ല, അത് അയാളെ തലയിലുണ്ട്, അയാൾ ബാർബർ ഷാപ്പ് ഒന്ന് മുറിക്കുക. കേരള മുസ്ലിങ്ങളുടെ പ്രബുദ്ധതയെക്കുറിച്ച് തികഞ്ഞ അവബോധമുള്ളത് കൊണ്ട് തന്നെയാണോ? കേരള മുസ്ലിങ്ങളെ പറ്റി മാത്രമല്ല, ഞങ്ങൾ അഖിലേന്ത്യയും വിട്ട് ഇപ്പോ ഇന്റർനാഷണലാ. അതറിയില്ല നിങ്ങളിപ്പോ സമസ്ത കേരള കേരള കേരള, ഞങ്ങൾ സമസ്ത ഉലമാ കോൺഫറൻസ് സമസ്ത, എന്ത് കേരള, ഇനിയും കേരളത്തിന് തലമുക്കില്ല, അതിനെ പറ്റി അബദ്ധം. പിന്നെയും കേരള കേരള. പിന്നെ അടുത്ത ചോദ്യം, കേശദാതാവിന്റെ സഹോദരൻ കാസർകോട്ടെ മുഹമ്മദ് അബ്ദുൽ ഖാദിർ മൗലവിയോട് പറഞ്ഞത്, എന്റെ ജേട്ടനെ ആരോ പറഞ്ഞു പറ്റിച്ചു, കാശ് വാങ്ങി കുറെ മുടിക്കെട്ട് കൊടുത്തു, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണെന്ന്. പക്ഷേ സ്വന്തക്കാർ വരെ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. ഈ കാസർകോട്ടുകാരൻ മുഹമ്മദ് അബ്ദുൽ ഖാദിർ പണ്ടൊരു ചങ്ങാതി പറഞ്ഞിരുന്നു, ഏത് തമിഴ്നാട്ടുകാരൻ ഹുസൈൻ, എന്ത് തമിഴ്നാട്ടുകാരെ എന്ത് ഹുസൈൻ, എന്ത് തമിഴ്നാട്ടുകാരൻ എന്ത് ഹുസൈൻ. പണ്ടൊരു രാഷ്ട്രീയക്കാരൻ പ്രസംഗിച്ച് 978 നിങ്ങൾ ഭരണത്തിൽ വന്നപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അടുത്ത രാഷ്ട്രീയക്കാരൻ 78 വിഷയങ്ങൾ ചോദിച്ചത് ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്, അങ്ങനത്തെ കുറെ കള്ളത്തരവും പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അത് 79 ഭരണത്തിൽ കയറിയിട്ട് 83 എന്താ നടന്നത് നിങ്ങൾക്കറിയാം. ഇങ്ങനത്തെ ഓരോരോ തട്ടിപ്പ് അതൊക്കെ രാഷ്ട്രീയത്തിൽ നടന്നത് നടത്താതല്ലാതെ പറയുന്ന നോക്ക ആൺകുട്ടികളെ പോലെ. ഷെയ്ഖ് ഖസ്റജി, ഞാൻ ചോദിക്കട്ടെ, ഈ ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഖസ്റജിയുടെ മകൻ അഹമ്മദ് ഖസ്റജി എത്ര വലിയ പണ്ഡിതനാണ് അദ്ദേഹം, ഡോക്ടറേറ്റ് വാങ്ങിയ ആളാണ്. അദ്ദേഹം മൗലിദ് ഓതുന്ന ഒരു രംഗണ്ട്, വലിയ ആലിമീങ്ങൾ ഇരുത്തിന് മുമ്പ് മൗലിദിന്റെ ഹദീസ് വായിക്കുന്ന ഒരു രംഗണ്ട്, അത് ഞാൻ CD കയറ്റിക്കോളാം. എന്താണ് അതിന്റെ ابن هاشم واسمه عمرو بن عبد مناف واسمه المغيرة الذي ينتمي الارتقاء العليا. ابن قصي واسمه مجمع سمي بقصي لتقاصيه في بلاد قضاعة القصية. صلى الله عليه